പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി, പാസ്റ്റർ ഷിബു, മറ്റ് ദൈവദാസന്മാർ, ഇവിടെയുള്ള സഭ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. I have had the privilege of ministering and teaching at All Nations Christian College in England for the last 22 years. And my main ministry is to teach God's word and also look after the academic aspect of the college. And we had 27 nations represented among the student body last year. Around 42% of our students come from Britain, 24% from other parts of Europe, 11% from Asia, 9% from Africa, 4% from Australasia, 4% from North America. And it's a humbling experience for me personally to be part of the training. We train cross-cultural missionaries to get trained and go to poor parts of the world as missionaries. We have students from 22 years to 72 years of old. അപ്പം നിങ്ങൾക്കൊക്കെ വന്ന് പഠിക്കാം കേട്ടോ. We have classes in person, online, so the delivery mode is hybrid. And I would like to say thanks to the pastors for giving me the opportunity to share God's word this morning. We will finish on time. At least I will finish on time. We are going to study from Ephesians this morning. Please turn with me to Ephesians chapter 1, verses 15 through 23. എഫ്എസ് ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാറുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? Especially in Ephesians, we see long sentences. അപ്പോസ്തലനായ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ പാക്ക് ചെയ്ത് ഈ വാക്യങ്ങളിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചിന്തിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. As I mentioned in one of the meetings the other day here, Paul the Apostle went to Ephesus for a couple of weeks in his second missionary journey, and people asked him to stay. And he said, if it is God's will, I will come back. So the Lord sent him a second time in his third missionary journey. മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിൽ ചെന്നു.
ലൂക്കോസിൻ്റെ ചരിത്രം നോക്കിയാൽ താൻ ഏറ്റവും കൂടുതൽ താമസിച്ച സ്ഥലമാണ് എഫീസസ്. 3 വർഷം അവിടെ താമസിച്ച് താൻ ശുശ്രൂഷിച്ചു. And we see many obstacles in Ephesus. ഒരുപാട് ചലഞ്ചസ് ഉള്ള ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. അതറിയണമെങ്കിൽ നമ്മൾ ആക്ട്സ് 19 അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നാം കാണുന്നത്. താൻ അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേര് പോലും കേൾക്കാത്ത കുറേ പേരുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ചു, അവരെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. It's not only that they were filled with the Holy Spirit, spoke in tongues, but they began to prophesy. He started the church, and then we see that duplicate ministry being defeated. And we see the 7 sons of Sceva were doing exorcism, casting out of demons. And they were challenged in their ministry because they had the name of Jesus on their lips, but did not have the character of Jesus in their hearts. അവർ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച ഒരു ഫോർമുലയുണ്ട്. In the name of Jesus that Paul preaches. പോ പിശാചേ എന്ന് പറഞ്ഞു. പിശാച് ചോദിച്ചു, നീ ആരാടാ? So even though they took the name of Jesus on their lips, they did not have any intimate personal relationship with Jesus, and the ministry was defeated. Then we see magicians, and they brought magic books, the books they use to do magic. And Luke has a tendency in Acts of the Apostles, and even in Luke's Gospel, he has a tendency to expose witchcraft, sorcery, magic, fraud, improper use of money, improper use of wealth. ഇങ്ങനൊരു സ്വഭാവമുണ്ട് ലൂക്കോസിന്. പുള്ളി ഇതെല്ലാം തുറന്നു കാണിക്കുകയാണ്. പുള്ളി പറയാണ് 50,000 ഡ്രാക്മാസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി 30 years ജോലി ചെയ്ത് അവൻ്റെ മോൻ അടുത്ത 30 years ജോലി ചെയ്ത് അവൻ്റെ മോൻ 3-ാം തലമുറ 3 generations ഇൻകമാണ് ആ പുസ്തകത്തിൻ്റെ വില. അപ്പം നോക്കണേ, അത് മുഴുവനും സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ട് കരിഞ്ഞുപോയി. And that is the place of Ephesus. We also see the temple of Diana or Artemis. We see people selling statues like Demetrius. That means it's a place full of darkness and idolatry. ഇങ്ങനെ ഒരു സ്ഥലം, അതിനകത്തൊരു സഭ. ആൻഡ് ദാറ്റ് ഈസ് ദി, ഞാൻ അത്രയും വിശദീകരിച്ചത് നമ്മൾ ഇന്നത്തെ വചനം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സഭ എഫീസസ്. ആൻഡ് ഹി ലെഫ്റ്റ് Ephesus after 3 years. Before he left, he called the elders of the church in Miletus, and he did a farewell speech in Acts 20 where he says, after I have gone from here, savage wolves will come from among you and lead the disciples astray. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം വരും, പ്രവാചകന്മാർ വരും, ഇതിനകത്തു നിന്ന് തന്നെ എഴുന്നേക്കും കോടിയ ചെന്നായ്ക്കൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവർ വരും, വന്ന് കടിച്ചു കീറി തിന്നു കളയും. അത് കളയാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ 3 വർഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, കണ്ണുനീരോടെ ഇടപെടാതെ പ്രാർത്ഥിച്ചത് ഓർക്കണം. അപ്പോൾ പുള്ളിക്ക് വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചത്, കരഞ്ഞത്. 3 വർഷം
പ്രാർത്ഥിച്ചത്. പുതപ്പില്ലാഞ്ഞിട്ടുമല്ല, ആഹാരമില്ലാഞ്ഞിട്ടുമല്ല. ദൈവസഭയെക്കുറിച്ചുള്ള ഭാരം ഒരു ദൈവദാസൻ്റെ മനസ്സിൽ കയറിയപ്പോൾ അവൻ രാപ്പകൽ കരയുകയാണ്. ദൈവസഭയോട് സ്നേഹമുണ്ടാകണം. ആ പ്രാർത്ഥന ഏറ്റവും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ ഞാനത് പറയുവാനിടയായി. അത് കാണുന്നത് റെവലേഷനിലാണ്. അടുത്ത തലമുറ വന്നപ്പോൾ പൗലോസ് പോയി പ്രാർത്ഥിച്ച 3 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലം താൻ പറയുകയാണ്. റെവലേഷനിൽ ചാപ്റ്റർ 2 ആദ്യത്തെ സഭ എഫീസസ് സഭയാണ്, എഫെസോസ് സഭയാണ്. നിങ്ങളുടെ ഇടയിൽ പ്രവാചകനാണെന്നും പറഞ്ഞ്, അല്ലെ അപ്പോസ്തോലനാണെന്നും പറഞ്ഞ് പോണ്ടല്ലോ ഒത്തിരി, ആയാമൻ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ അപ്പോസ്തലാണെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവൻ ശരിയായ അപ്പോസ്തോലനാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാനുള്ള വിവേചന വരം നിങ്ങൾക്കുണ്ട്. ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ പേര് പോലും അറിയാത്ത ഒരു സഭയായിരുന്നു. ഇപ്പോൾ ഒരുത്തൻ വന്നിരുന്നാൽ അവനെ വിവേചിക്കാൻ, അവൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നറിയാനുള്ള ആ ഒരു ഡിസേണിങ് പവറായിട്ട് ഈ സഭ വളർന്നു, എഫീസസ് സഭ. അവർക്ക് റോമാ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുന്ന ഒരു ലേഖനമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. സമയം വളരെ ചുരുക്കമാണെന്ന് എനിക്കറിയാം, എന്നാലും കറക്റ്റ് ടൈമിൽ ഞാൻ നിർത്തും. സന്തോഷമുണ്ടോ? അതുകൊണ്ട് നമ്മളെല്ലാവരും പോയി ആഹാരം കഴിക്കും. നമ്മുടെ വീട്ടിൽ പോയി, ഇവിടെ ഫുഡില്ലല്ലോ അല്ലേ, ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും പോയി നമ്മുടെ വീടുകളിൽ പോയി നമുക്ക് ആഹാരം. സന്തോഷമായിട്ടിരുന്ന എല്ലാവരും. വിൽ കം ടു വേഴ്സ് 15 ഇൻ എ മിനിറ്റ്. 1-ാം അധ്യായത്തെ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ എഫെസോസ് അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1-ൻ്റെ കോണ്ടന്റ് in one sentence. God has a cosmic plan and we have a part in it. ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിങ്ങളും ഞാനും ഒരു പാർട്ടായി മാറുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. We have a great mission to be part of the cosmic plan of God. അതാണ് 1-ാം അധ്യായത്തിൻ്റെ എസൻസ്. എല്ലാം നമുക്ക് വായിക്കാനുള്ള സമയമില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. We see in the first 14 verses പ്രാർത്ഥനയാണ്. ഇലക്ഷൻ, എന്തിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, അത് ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. He chose us before the foundation of the world to be pure and holy. He predestined us. He adopted us. He has given us grace. He redeemed us. He forgave us. He gave us insight and understanding. And He gave us the knowledge of the mystery of His will. എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി പ്രാർത്ഥിക്കുകയാണ് ഈ വിശ്വാസികൾക്ക് വേണ്ടി. അതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. Look at verse 15. So if from now onwards, if we can have the verses on the screen, that would be great. Verse 15. For this reason, നിങ്ങളെല്ലാവരും ഇവിടെ എൻ്റെ കൂടെ ഉണ്ടേ. For this reason, by the way, I am reading, that's not a problem. You have Malayalam and English. I am reading from NIV, the never incorrect version. For this reason, ever since I heard about your faith in the Lord Jesus and your love for all God's people, I have not stopped giving thanks for you, remembering you in my prayers. I heard about your faith. അപ്പോൾ പൗലോസിന് എഫെസോസിലെ വിശ്വാസികളുടെ ഫെയ്ത്തിനെ കുറിച്ച് നല്ല നോളജാണ്. ആൻഡ് നോട്ട് ഓൺലി യുവർ ഫെയ്ത്ത് but love for God's people. അപ്പോൾ ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും തമ്മിൽ തമ്മിൽ കണ്ടാലുള്ള സ്നേഹവും ഓർത്ത്, നമ്മളിവിടെ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണല്ലോ അല്ലേ, അല്ലയോ? ഇവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തില്ലെങ്കിലും ഇറങ്ങി പോകുമ്പോൾ ഒരു ഹഗ് ചെയ്തേച്ചൊക്കെ വേണം മോൻ. സ്നേഹം എല്ലാ അധ്യായത്തിലും സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ
എല്ലാ അധ്യായത്തിലും സ്നേഹമുണ്ട് കേട്ടോ. അതിനുള്ള സമയം നമുക്കില്ല, നമ്മുടെ ചിന്ത അതല്ല. പൗലോസ് ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അധ്യായത്തിലും ഉണ്ട്. സൂപ്പർലേറ്റീവായിട്ട് പറഞ്ഞത് ഇതിനകത്താണ്. എന്താണെന്നറിയാമോ? ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും വേറെങ്ങും കയറ്റി പറഞ്ഞിട്ടില്ല. അതൊക്കെ പറഞ്ഞേച്ച് പഠിപ്പിച്ചേച്ച് പോയി. രണ്ടാം തലമുറ എഫീസസ് റെവലേഷനിൽ യു ഹാവ് ഫോളൻ, ഫെയ്ത്തിൽ നിന്നല്ല, ഫോളൻ ഫെയ്ത്ത് നല്ല ദൈവമായിട്ട്, പക്ഷെ യു ഹാവ് ഫോളൻ യുവർ ഫസ്റ്റ് ലവ്, യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. അപ്പം ഒരുത്തൻ അപ്പോസ്തലനാണോ ഇല്ലയോ എന്ന് അറിയാനുള്ളതുണ്ടെങ്കിലും തമ്മിലുള്ള സ്നേഹം സഭയിൽ നിന്ന് പോയി. നമ്മുടെ നാട്ടിലൊരു ഭാഷ പറയല്ലോ, പാലക്ക പിരിഞ്ഞതുപോലായെന്ന്. ഈ സഭയെക്കുറിച്ച് നല്ലൊരു സാക്ഷി ഇവിടെ ഉണ്ട് ഈ പട്ടണത്തിൽ, ഇല്ലയോ? അത് കളയരുത്. സ്നേഹം വേണം. പൗലോസ് പറയാണ്, ഐ ഹേർഡ് അബൌട്ട് യുവർ ഫെയ്ത്ത് ആൻഡ് ഫോർ ലവ് ആൻഡ് ദ ലവ് ഫോർ ഗോഡ്സ് പീപ്പിൾ ഐ ഹാവ് നോട്ട് സ്റ്റോപ്പ് ഗിവിങ് എന്ന് പറഞ്ഞാൽ 24/7. കർത്താവിന് സ്വോത്രം. കർത്താവേ, എഫെസോസിലെ വിശ്വാസികൾ നല്ല വിശ്വാസികളാണല്ലോ കർത്താവ്, യവന്മാരുടെ സ്നേഹം കണ്ടോ, തമ്മിലങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ഭയങ്കര സ്നേഹം. പക്ഷേ രണ്ടാം തലമുറ പോക്കടിച്ചു. 17 വേഴ്സ് 17 ഞാൻ അത് വായിച്ചു വിടുകയാണ്. നമ്മുടെ ചിന്ത വേഴ്സ് 19 ആണ്, അതിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും. Verse 17, I keep asking that the God of our Lord Jesus Christ, the glorious Father, may give you the spirit of wisdom and revelation so that you may know him better. കർത്താവെ, ഇവർക്ക് വെളിപ്പാടും ജ്ഞാനവും കൊടുക്കണം, ഇവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. എന്തിനാ വെളിപ്പാടും ജ്ഞാനം എന്നറിയാമോ? ദൈവത്തെ നന്നായിട്ടറിയാൻ. എന്തിനാ നമ്മൾ ഈ നാളുകളിലൊക്കെ പ്രാർത്ഥിക്കുന്നേ? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് അവർ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ? ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ നൗ എ ഡേയ്സ്? ഈസ് ഇറ്റ് ടു നോ ഗോഡ് ബെറ്റർ? ദൈവത്തെ നന്നായിട്ട് അറിയാനാണോ? അതോ നമുക്ക് PR കിട്ടാനാണോ? അതോ പരീക്ഷ ജയിക്കാനാണോ? അത് നമ്മുടെ മുട്ടുവേദന മാറാനാണോ? ഇതൊക്കെ വേണം, ഇതെല്ലാം നമുക്ക് വേണം. പക്ഷേ ഈ പ്രാർത്ഥന വീട്ടിൽ പോയി ശരിക്കും വായിക്കണം ഇത് കേട്ടോ. ഇതിനകത്തെങ്ങും ഒരൊറ്റ ഫിസിക്കൽ ബ്ലെസ്സിങ് ഇതിനകത്തെങ്ങും ഇല്ല. ഇതിനകത്തുള്ളത് മുഴുവനും സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്. ഒരു ഭക്തന്റെ കരഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. അവർ ആരായിത്തീരണം? കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കണം. ഇവർ തമ്മിൽ സ്നേഹിക്കണം. ഇവർക്ക് വെളിപ്പാട് വേണം, ജ്ഞാനം വേണം, ദൈവത്തെ നന്നായിട്ട് അറിയുവാൻ. നോയിങ് ഗോഡ്, ഇതാ പ്രയോറിറ്റി. എന്തുവാ നോയിങ് ഗോഡ്? ഇത് പുള്ളി എഫെസോസുകാരോടും മറ്റ് സഭയോടും പ്രസംഗിച്ചേച്ച് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞോണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയില്ല. ഇയാളുടെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. താൻ പറയുകയാണ്, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഐ വാണ്ട് ടു നോ ഹിം. I want to know him, the power of his resurrection and the fellowship in the sharing of his suffering. മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിയണേ. ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നല്ല പറഞ്ഞേ. എൻ്റെ ആഗ്രഹം, ഈ പുള്ളി ഇത് എഴുതുന്നുണ്ടല്ലോ ഫിലിപ്പി ലേഖനത്തിൽ, അത് എഴുതുന്നത് 3-ാം അധ്യായത്തിൽ ഏതാണ്ട് 25 വർഷം കഴിഞ്ഞു ശുശ്രൂഷയിലായിട്ട്. യേശുവിനെ ഡെമസ്കോസിലേക്കുള്ള യാത്രയിൽ കണ്ടതിന് ശേഷം കുറഞ്ഞതൊരു 25 വർഷമെങ്കിലും ആയി കാണും. താൻ പറയുകയാണ്, ഐ സ്റ്റിൽ വാണ്ട് ടു നോ ഹിം. അതാ പുള്ളിയുടെ പ്രയോറിറ്റി. നമ്മുടെ എന്തുവാ? ഹലോ, ഇതിനാ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ഇവരെല്ലാവരും നന്നായി ദൈവത്തെ അറിയണേന്ന്. നമ്മുടെ ചിന്തയിലേക്ക് നാം വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വേർഡ്, വേഴ്സ് 18, I pray that the eyes of your heart may be enlightened in order that you may know the hope to which he has called you, the riches of his glorious inheritance in his holy people, and his incomparably great power for us who believe. That power is the same as the mighty strength he exerted when he raised Christ from the dead and seated him at his right hand in the heavenly realms. 3 കാര്യമാണ്
ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരെണ്ണം പ്രസംഗിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. 3 കാര്യം. 1, that they might know the hope of his calling. അവൻ്റെ വിളിയാലുള്ള ആശ അറിയണം. ദാറ്റ് ഈസ് എ പാസ്റ്റ് ആസ്പെക്റ്റ്. കർത്താവ് അവരെ വിളിച്ചു, അതിൻ്റെ ആശ അറിയണം. വേഴ്സ് 18 ആണ്. നെക്സ്റ്റ് വൺ, that they may know the wealth of his glorious inheritance in the saints. അത് ഫ്യൂച്ചർ ആസ്പെക്റ്റാണ്. എന്താ അവിടെ എന്താ പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനമറിയണം. ദാറ്റ് ഈസ് ഫ്യൂച്ചർ. നമ്മുടെ ചിന്ത പ്രസൻ്റാണ്. that they may know, verse 19, they may know the greatness of his power in us. അവൻ്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെന്താണെന്ന് നാം വിശദീകരിക്കാൻ പോകുകയാണ്. എൻ്റെ പ്രാർത്ഥന ഇതൊരു പ്രസംഗമായി മാറാതെ നാം ധ്യാനിച്ചു കഴിയുമ്പോൾ നാം ഈ കേൾക്കുന്ന ദൈവവചനം ലിറ്ററലായി ഈ സമയം ഈ സഭയിൽ നമ്മുടെ ഇടയിൽ ദൈവാത്മാവ് ചെയ്യുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താണ്? that you may know the exceeding greatness of his power. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം അറിയണം. ആൻഡ് വേഴ്സ് 19, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. വേഴ്സ് 19, വാട്ട് ഈസ് ദിസ് പവർ? ഞാൻ ഇതുപോലെ ഒരു സെൻറ്റൻസ് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ പൗലോസിൻ്റെ ലേഖനത്തിൽ മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. കാരണം പവർ എന്ന വാക്കിനെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ച് ടെർമിനോളജി ഉപയോഗിച്ച് പുള്ളിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ എഴുതിയിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകും ഉടനെ. that you may know the exceeding greatness. ആ 2 വാക്കാദ്യം നോക്കാം. എക്സീഡിങ് ഗ്രേറ്റ്നെസ്. ആ എക്സീഡിങ് എന്ന വാക്ക് എടുത്തെറിയുന്നു. ഈ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് അറിയായിരിക്കും, ഇതിൻ്റെ ഒറിജിനൽ പദമാണ് ഹൈപ്പർബോളെ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഹൈപ്പർബോളെ. മാത്സും ഫിസിക്സും പഠിക്കുന്നവർക്കറിയാം. ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ഹൈപ്പർബോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിത്തൗട്ട് ലിമിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുവാ? എക്സീഡിംഗ്ലി മീൻസ് വിത്തൗട്ട് ലിമിറ്റ്, അല്ലെങ്കിൽ ടു ത്രോ ഓവർ. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. That this power of God, the Holy Spirit, the power of God is exceeding. That means മനുഷ്യൻ്റെ കാൽക്കുലേഷൻ, മനുഷ്യൻ്റെ ലിമിറ്റേഷൻ, ഇത്രയ്ക്കേ വരുത്തുള്ളൂ, ഇത്രയേ ചെയ്യത്തുള്ളൂ എന്ന് നീ കരുതിയിരിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി, ദൈവശക്തി നിന്റെ കണക്കുകൂട്ടലിനെയും പ്രതീക്ഷയെയും തെറ്റിച്ചുകൊണ്ട് ചെല്ലാവുന്നിടത്തിൻ്റെ അതിൻ്റെ അങ്ങേ അറ്റം വരെ ചെയ്യും. അതാ ദൈവശക്തി. ഇറ്റ് ഈസ് എക്സീഡിങ്. നോ ഹ്യൂമൻ മൈൻഡ് ക്യാൻ കോംപ്രിഹെൻഡ്. ആ ശക്തിയാണ് ദൈവശക്തി. എക്സീഡിങ് greatness, exceeding greatness. So it is not only that it is throwing over without limit, but it is greatness. ആ പദം മെഗാ, മെഗാ എന്ന പദമാണ്. കേട്ടിട്ടുണ്ടോ മെഗ? അതിൻ്റെ ഓപ്പോസിറ്റാണ് മൈക്രോ. പറഞ്ഞിട്ടില്ലയോ? പുള്ളിയുടെ ചർച്ച അങ്ങ് മെഗാ. ചിലർ പറയും എൻ്റെ ചർച്ചയാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ മെഗ. ചിലരൊക്കെ ക്ലെയിം ചെയ്യാറുണ്ട്. എന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്തുവാ?
എന്താ മെഗ എന്ന് പറഞ്ഞാൽ? നിൻ്റെ ഒന്നും കൂട്ടല്ല എൻ്റേത്, പിന്നെ എൻ്റെ അങ്ങ് വലുതാ. അത് ആർക്ക് കൊടുത്ത പേരാണെന്നറിയാവോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കൊടുത്ത പേരാ മെഗ. ദൈവാത്മ ശക്തിയെ ഒതുക്കി ചുരുക്കി മൈക്രോയ്ക്ക് വെക്കാൻ പറ്റില്ല. ദിസ് ഈസ് ബിയോണ്ട് ലിമിറ്റ് ആൻഡ് ദിസ് ഈസ് മെഗ, ദി എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. അപ്പോൾ ഈ രണ്ട് കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു. ഒന്ന്, ത്രോയിങ് ഓവർ. രണ്ട്, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? രണ്ടെന്തുവാ? മെഗ. മൂന്ന്, ദി എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ, ഡുനാമിസ്. ആ വാക്കിൻ്റെ അർത്ഥം ദ കേപ്പബിലിറ്റി ഓഫ് ആക്ടിങ്, ദ കപ്പാസിറ്റി ടു ഡു തിങ്സ്. ദൈവാത്മാവിൻ്റെ ശക്തിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരിക്കൽ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതായത് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഗുഡ് വൺ എന്ന് പറയുന്നത് എൻഡ്യൂഡ് വിത്ത് പവർ, ക്ലോത്ത് വിത്ത് പവർ ഫ്രം ഓൺ ഹൈ. ലൂക്കോസ് അങ്ങനെയാണ് യേശുവിൻ്റെ പദം എഴുതിയിരിക്കുന്നത്. യു വിൽ ബി ക്ലോത്ത് വിത്ത് പവർ ഫ്രം ഓൺ ഹൈ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ. സോ ഇറ്റ് ഈസ് എക്സീഡിങ്, ഇറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഡു തിങ്സ്. നിങ്ങളെല്ലാവരും എന്നോടുണ്ടേ? വാക്കിക്കേ, ദി എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടുവേർഡ്സ് us who believe. Towards us who believe. Towards us who believe means towards those who continue to believe. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. വിശ്വസിച്ചവരിലല്ല, രക്ഷിക്കപ്പെട്ടപ്പോഴല്ല, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നവരിൽ. ചില പറയും പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ ഇല്ലെന്ന് പറയും. അങ്ങനല്ല പൗലോസ് എഴുതിയിരിക്കുന്നത്. This power is to those who continue to believe. എപ്പോൾ വിശ്വസിക്കുമ്പോഴും വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും ഈ ദൈവാത്മാവിന്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. So it is throw over. It is mega. It has the capacity. Those who believe according to the working. According to the working. നാലാമത്തെ പദമാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. According to the working. ആ വർക്കിങ്ങിൻ്റെ റൈറ്റ് ട്രാൻസ്ലേഷനാണ് എനർജി. എനർജി. അപ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തനം നടക്കുന്ന സമയത്ത് എനർജി എന്തിനാണെന്നറിയാമോ? എനർജി ഈസ് ദി എബിലിറ്റി ടു ഡു തിങ്സ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയേച്ചേ പോകത്തുള്ളൂ. എനർജി വെറുതെ ഇരിക്കുകയില്ല. ഇറ്റ് ഈസ് വർക്കിംഗ്. ഇറ്റ് ഈസ് വർക്കിംഗ് ഓഫ് ഹിസ് മൈറ്റി പവർ. അത് 2 വേർഡ്സ് ആണ്. സോ എക്സീഡിങ്, ഗ്രേറ്റ്നെസ്, പവർ, വർക്കിംഗ്. 5 മൈറ്റി. ദാറ്റ് വേർഡ് ഈസ് യൂസ്ഡ് ഫോർ ബെനഡിക്ഷൻ. നമ്മൾ ആശീർവാദം പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് രാജ്യവും ബഹുമാനവും ശക്തിയും. ആ ശക്തി ഇതുവരെ പറഞ്ഞ ശക്തിയല്ല, ഈ പറഞ്ഞ ശക്തി അബ്സല്യൂട്ട് പവറാണ്. എന്തുവാ എന്ന് പറഞ്ഞാൽ പവറിൻ്റെ ഏറ്റവും ക്ലൈമാക്സ്, അതിൻ്റെ പേരാണ് ക്രാറ്റോസ് എന്ന് പറയും. തിയോക്രസി കേട്ടില്ലേ? തിയോക്രസി, ദൈവത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൻ്റെ മേളിൽ
ഒരുത്തൻ കയറി ഭരിക്കാൻ കഴിയുകയില്ല. ദിസ് ഈസ് കോൾഡ് ദി അബ്സല്യൂട്ട് ആൻഡ് ദ സുപ്രീം പവർ. ഇത് ആരുടെ കയ്യിലാണെന്നറിയാമോ? സുപ്രീം പവർ ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗാഡ്. അതിൻ്റെ പേരാണ് മൈറ്റി. മൈറ്റി സ്ട്രെങ്ത്. ആറാമത്തെ പദമാണ് സ്ട്രെങ്ത്. ആ വാക്കിൻ്റെ അർത്ഥം ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഇൻഹറൻറ്റ് സ്ട്രെങ്ത് എന്നാണ്. ഇൻഹറൻറ്റ് സ്ട്രെങ്ത്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എ സ്ട്രെങ്ത് ദാറ്റ് എ പേഴ്സൺ ഹാസ്. ഒരു വ്യക്തിയിലോ ഏതെങ്കിലും ഒരു വസ്തുവിലോ അടങ്ങിയിരിക്കുന്ന അതിനകത്തുള്ള ഒറിജിനൽ സ്ട്രെങ്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ഞാൻ 6 കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞേ? ചേട്ടാ, ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ ഇച്ചിരി ജീവനോടൊക്കെ ഇരിക്കുമെന്ന്. ദി എക്സീഡിങ് പവർ, ദ ഗ്രേറ്റ് പവർ, ദ വർക്കിംഗ് വൺ, ദ മൈറ്റി വൺ ആൻഡ് ദി ഇൻഹറൻറ്റ് സ്ട്രെങ്ത്. ഇനി ആ വാക്യം ഒരുമിച്ച് വായിച്ചേ. I pray that you may know the exceeding greatness of his power towards us who continue to believe according to the working of his mighty power. ഇതിനകത്ത് 2 എനർജി ഉണ്ട്. ഒന്ന് കൈനറ്റിക് എനർജി, 2 പൊട്ടൻഷ്യൽ എനർജി. എൻ്റെ ഫിസിക്സ് ഒക്കെ കയറി വരുന്നു ഇപ്പോഴ്. It is working. It is working means it is kinetic. പരിശുദ്ധാത്മാവ് വന്നാൽ പരിവർത്തിക്കും, പരിവർത്തിച്ചുകൊണ്ടേയിരിക്കും, ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ കാര്യങ്ങൾ അവരത് തീർത്തു തരും. ഇത് വർക്കിംഗ് ആണ്. 2 ഇൻഹറന്റ് സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. That you may know the exceeding greatness of his power, which is the power of the power of the power. Literal translation ആണ്. അടുത്ത വാക്യം വായിച്ചേ. ഈ പവർ എന്താ ചെയ്തെന്നാ നാം ചിന്തിക്കാൻ പോകുന്നത്. This he exerted. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? This he exerted on Christ. എവിടെ ഇരുന്നപ്പോഴാ? ക്രിസ്തു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ ആ കല്ലറയിലേക്ക് ദൈവം ഈ ശക്തി അയച്ചു. അപ്പം ഈ 6 വാക്യങ്ങൾ ഉപയോഗിച്ച് ശക്തിയെക്കുറിച്ച് ഇദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ച കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചാൽ ഇങ്ങനൊരു സാധനം ഈ ലോകത്തിലുണ്ടോ? ഇങ്ങനൊരു എന്തോ സാധനമാണ് ഈ ഇത്രയും പദങ്ങൾ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്ത ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഹ്യൂമൻ മൈൻഡിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാനത് പറയാൻ പോവുകയാണ്. അതിന് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇങ്ങനൊരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് JCB. എന്തോ അത് കേട്ടിട്ടുണ്ടോ? എന്തുവാ അതിൻ്റെ പേര്? ബുൾഡോസർ. കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടില്ലേ ബുൾഡോസർ? അതെങ്ങനെ ഇരിക്കും ആ സാധനം? കണ്ടു കഴിഞ്ഞാൽ, ഓൺ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരിടത്ത് അത് കിടക്കും. അതിന് ശക്തിയുണ്ടോ? അതിനില്ലയോ? അത് വെറുതെ കിടക്കുക. അതുണ്ടോ? ശക്തിയുണ്ടോ അതിന്? അത് ഓൺ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അതിനുണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. അത് പൊട്ടൻഷ്യലായിട്ട് കിടക്കുക. ഓൺ ചെയ്തിരിക്കട്ടെ. ശക്തിയുണ്ടോ? ഉണ്ട്. മാറത്തില്ലെന്നും പറഞ്ഞ് ഒരു വലിയ പ്ലാവോ വലിയ തെങ്ങോ അവിടെ നിന്ന് യവനെ അവിടെ കൊണ്ട് വെക്കുമ്പോൾ എന്തോ ചെയ്യും? അന്നേരം ഇത് പ്രവർത്തിക്കാൻ തുടങ്ങില്ലേ? യവന്റെ തനി സ്വഭാവം അന്നേരം അറിയാം. മാറത്തില്ലെന്ന് പറഞ്ഞവനെ അവന്റെ വേരോടെ വിഴുതാ കൊണ്ടുപോകുന്നത് അല്ലേ? അല്ലയോ? അപ്പൊ ഇങ്ങനെ കിടക്കും. പക്ഷെ പ്രവർത്തിക്കുമ്പോൾ
അതിൻ്റെ മാക്സിമത്തിൽ പ്രവർത്തിക്കും, മെഗായായി പ്രവർത്തിക്കും. ആർക്കും ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കും. ഇതുപോലൊരു ശക്തി. ഈ ശക്തി ദൈവം എങ്ങോട്ട് അയച്ചു? When Jesus was resting on the tomb, God sent this power. He exerted എന്നാ പറഞ്ഞേ, exerted. കണ്ടോ? He exerted this power onto the tomb. ഇനി നമുക്ക്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അവിടെ 3-4 ഭയങ്കര വലിയ ശക്തികളുണ്ട്. ഒന്ന്, റോമ സാമ്രാജ്യത്തിൻ്റെ സീല്. തൊടത്തില്ല ഒരുത്തൻ, തൊടത്തില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് എ നേഷൻ, എ പവർ ഓഫ് ആൻ എംപയർ അവിടെ ഉണ്ട്. രണ്ടാമത്തെ ശക്തി കുറേ പട്ടാളക്കാരെ വെച്ചിട്ടുണ്ട്. അവന്മാർ ഉറങ്ങിയാലും ഉറങ്ങിയില്ലേലും അവൻ്റെ പേര് പട്ടാളമെന്നാ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ശക്തി പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ പാശങ്ങൾ, മരണപാശങ്ങൾ ഉണ്ട്. മരണത്തിൻ്റെ അധികാരിയായ പിശാച് ആ സമയത്ത് എവിടെയായിരുന്നു? മരണത്തിൻ്റെ അധികാരിയായ പിശാച് എവിടെയായിരുന്നു ആ സമയത്ത്? നിങ്ങളെല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? അന്നേരം അവിടെ പിശാചുണ്ടോ? യേശു മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് പിശാച് അന്നേരം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതോ മുഴുവൻ പോയോ? എവിടെയായിരുന്നു? യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു പിശാചിന്? ഉറക്കെ പറ. അവൻ ആയുധം വെപ്പിച്ചു. പുള്ളി ഇപ്പോഴുണ്ടോ? ഉണ്ട്, ഉണ്ട്. ചില സഭയിൽ ചെല്ലുമ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ അവനും വരും അവിടെ. ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശു തൻ്റെ മരണത്താൽ നീക്കി എന്ന് എബ്രായലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശരിയായ അർത്ഥം, when he died on the cross he made Satan powerless. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ യേശു പിശാചിനെ വികലാംഗനാക്കി മാറ്റി. കാർ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹോളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇട്ടേക്കും എന്തുവാ? റിസർവ് പാർക്കിംഗ്. ആർക്ക് കൊടുത്തേക്കുന്നതെന്നറിയാമോ? ആർക്ക് കൊടുത്തേക്കുന്നതാ? അവനെ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഡിസേബിൾഡ്, ഇങ്ങനെയുള്ള അവനും അവിടെ കാണും. എന്തൊക്കെയുണ്ട്? മുദ്ര, പട്ടാളം, മരണത്തിൻ്റെ പാശം, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കിയ പിശാച്, വികലാംഗനായ പിശാച്. മാത്രമല്ല ഒരു വലിയ പാറ. സഹോദരിമാർ പറഞ്ഞു, ആര് ഈ കല്ല് ഉരുട്ടി നീക്കും? ഇത് മുഴുവനും അവിടെ ഇരിക്കുക. കർത്താവ് വിചാരിച്ചു, എൻ്റെ ശക്തി ഞാൻ ഈ കല്ലറയിലേക്ക് അയക്കുകയാണ്. അവൻ ആ കല്ലറയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി അയച്ചപ്പോൾ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. എന്താ സംഭവിച്ചത്? എന്തോ സംഭവിച്ചേ? കല്ല് ഉരുണ്ടുപോയി, മുദ്ര അവിടെ പൊട്ടി, പട്ടാളക്കാർ വീണുപോയി. കല്ലറയിൽ വിശ്രമിച്ചിരുന്ന യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ആ ശക്തിയാണ് നിങ്ങളിലും എന്നിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി. ഒരു മനുഷ്യന് പോലും തകർത്ത് കളയുവാൻ കഴിയാതെ, ഒരു മനുഷ്യന് പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി. ഈ ശക്തി അവൻ കല്ലറയിലേക്ക് അയച്ചു. യേശുവിനെ God raised Jesus from the dead. പൗലോസ് പഠിപ്പിക്കുന്നത് ഇതേ ശക്തിയാണ്. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി നിങ്ങളിലും വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ പേരാണ് ഈ ബുൾഡോസറിനേക്കാൾ വലിയ ദൈവാത്മാവിൻ്റെ ശക്തി. പ്രൈസ് ലോർഡ്. ഈ ശക്തിയെ വിളിക്കുന്ന പേരാണ് പ്രിവെയിലിംഗ് പവർ.
എന്ന് പറഞ്ഞാൽ ഏതെല്ലാം അന്യായ ശക്തികൾ വന്നിരുന്നാലും അതിനെയെല്ലാം പ്രിവെയിൽ, കർത്താവ് പറഞ്ഞു, the gates of hell shall not prevail against it. I will build my church and the gates of hell shall not prevail against it. കാരണം this is a prevailing power. ഏതിനെയും തകർത്ത് പ്രിവെയിൽ ചെയ്യുന്ന, this is not only a prevailing power, this is a propagating power. Praise the Lord. ഈ ആത്മശക്തി അപ്പോസ്തലന്മാരിൽ വന്നപ്പോൾ അവർ പറയാണ്, നീ ക്രൂശിച്ചു കൊന്ന യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, ക്രിസ്തു യേശു മശീഹയാണെന്ന് വിളിച്ചു പറയുകയാണ്. ദ പവർ ഫോർ ബോൾഡ്നെസ്. അടിച്ച് അമർത്തി തീർക്കാൻ നോക്കുമ്പോൾ അങ്ങനെ പോകുന്നതല്ല സുവിശേഷം. സുവിശേഷത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ പ്രസംഗിച്ച് നിർത്തിയ ദൈവവചനം, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവവചനം സത്യം എന്ന് നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ, കർത്താവേ, ഈ ആത്മശക്തി ഒരു പ്രാവശ്യം കൂടെ എന്നിലേക്ക് നീ അയക്കണം.